അസ്സലാമു അലൈക്കും. ജലീൽ കണമംഗലാണ് ജിദ്ദയിൽ നിന്ന്. നമ്മൾ സൗദിയിൽ ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ലെവി എത്രയാണ്? മാസത്തിൽ 800 റിയാൽ, വർഷത്തിൽ 9600 റിയാൽ. ഇത് വർഷത്തിൽ 1200 റിയാൽ കുറയ്ക്കാൻ, അതായത് 9600 റിയാലിന് പകരം 8400 റിയാലാക്കി മാറ്റാനുള്ള സംവിധാനമുണ്ട്. ഇവിടുത്തെ ഒരുവിധം കച്ചവടക്കാർക്കൊക്കെ അറിയാതെ. പക്ഷേ ആ 9600 നിന്ന് 8400 ആക്കി ലെവി കുറയ്ക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത ആളുകളുണ്ട്. ഇത് ചെറിയ കാര്യമല്ല. ഈ വിഷയം നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസിയിൽ നാസർ ടി എൻ പുരം, അതോടൊപ്പം തന്നെ ഷിയാബ് വിളയിലും നമ്മളോടൊപ്പം ഉണ്ട്. അവരോട് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. അതോടൊപ്പം തന്നെ അതിനും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി ചർച്ച ചെയ്യാറുണ്ട്. അത് മറ്റൊന്നല്ല, ഒരുപാട് ആളുകൾ എപ്പോഴും എന്നോടൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം, ഈ ബിസിനസ് സ്വന്തം പേരിലേക്ക് മാറ്റുന്നത് ഇപ്പോൾ അത്ര ബുദ്ധിയാണോ? ആ പഴയ രൂപത്തിൽ സൗദിയുടെ പേരിൽ ബിസിനസ് നടത്തിയാൽ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാസാമാസം കിട്ടുന്ന ലാഭം പോക്കറ്റിലിട്ട് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാം. മറ്റേത് ഇപ്പോൾ ഈ ബിസിനസ്സൊക്കെ സ്വന്തം പേരിലേക്ക് ആക്കിയ ആളുകളുടെ ഒരു അവസ്ഥ, ടാക്സ് കൊടുക്കണം, ഫൈന് വരുന്നു, അവിടെ ഓടണം, ഇവിടെ ഓടണം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പരാതിപ്പെടുന്ന, അങ്ങനെയാണെങ്കിൽ എന്തിനാ വെറുതെ സ്വന്തം പേരിലേക്ക് ബിസിനസ് മാറ്റുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതിനുള്ള കാരണം എന്ത് എന്നുള്ളതും കൂടി നമ്മളിന്ന് ഇവരോട് അന്വേഷിക്കുകയാണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ അപ്പോൾ വീണ്ടും നാസർ ഷിയാബ്, സ്വാഗതം. നമുക്ക് ആദ്യം അറിയേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 9600 റിയാൽ ലെവി കൊടുക്കുന്നത് 8400 ആക്കി വർഷത്തിൽ കുറയ്ക്കാനുള്ള ഒരു മാർഗം നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഒരു സൗദിയെ വെച്ചാൽ ഒരു വിദേശിക്ക് ആണ് ഇത് കിട്ടുന്നത്. പക്ഷെ പല കച്ചവടക്കാർക്ക് ഇപ്പോഴും അത് അറിയില്ല എന്ന് മാത്രമല്ല, പക്ഷെ നേരത്തെ കിട്ടിപ്പോന്നിരുന്നത് പല ആളുകൾക്കും ഇപ്പോൾ അത് നിന്നു. അതായത് 9600 എന്നത് 8400 കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വീണ്ടും 9600 മാറി പല ആളുകൾക്കും. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചും അതിൻ്റെ ഒരു പരിഹാരം എന്ത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നത്. ഇത് പറയുകയാണെങ്കിൽ പുതിയൊരു നിയമമല്ല. പണ്ട് കാലം മുതലേ, മുമ്പേ ഈ ലെവി വന്ന കാലഘട്ടം മുതലേ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതുണ്ട്, ഈ ഒരു ആനുകൂല്യം ഉണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പല ആളുകൾക്കും ഇത് കിട്ടുന്നില്ല. കിട്ടാതിരിക്കാനുള്ള കാരണം, ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ഒരു സൗദിയെ വെച്ചാൽ ഒരു വിദേശിക്ക് 1200 വർഷത്തിൽ 1200 റിയാൽ ലെവിയിൽ കുറവുണ്ട്. ആ ആനുകൂല്യം നേരത്തെ ഉണ്ട്. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് അത് കിട്ടുന്നില്ലായിരിക്കും ചില ആളുകൾക്ക്. അത് കിട്ടാത്തതിന് കാരണം ഈ കമ്പനി ആക്കിയ ആളുകൾ, ഈ ആർട്ടിക്കൽ അസോസിയേഷൻ, അതായത് അഗ്തസീസ് ഡിജിറ്റലിലേക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് മാറിയ ആളുകൾക്ക് എല്ലാം ഇത് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു പ്രശ്നം. അതായത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡിജിറ്റലൈസ് ചെയ്യണം എന്ന് മന്ത്രാലയം പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതിനൊരു ടൈം ഫ്രെയിമും കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആ സമയപരിധി കഴിഞ്ഞതോടുകൂടി പല സർവീസുകളും ഗവൺമെന്റ് നിർത്തലാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണിത്. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ആ 8400 പകരം വീണ്ടും 9600 തന്നെ നമ്മുടെ വിദേശിക്ക് എത്ര സൗദികളെ വെച്ചാലും അതെ കിട്ടുന്നില്ല. ആ 9600 കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് വേണം, ഡിജിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആനുകൂല്യം നമുക്ക് കിട്ടി തുടങ്ങും. ഓക്കെ. പിന്നെ അതേക്കുറിച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതുപോലെ ഇപ്പോ കിവാപോർട്ടുമായിട്ട് സാജിയ ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസ് ഒക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡിജിറ്റലൈസ് ചെയ്യാത്ത ആളുകൾക്ക് പല തടസ്സങ്ങളും നേരിട്ടുകൊണ്ടിരിക്കണം. കാരണം മുമ്പത്തെ പോലെയല്ല. അതുപോലെ അത് കാലങ്ങളായിട്ട് എക്സ്പയർ ആയി ഇരിക്കുക, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, അത് ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോഴും എന്നോട് സത്യം ഒരുപാട് ആളുകൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, എന്തിനാണ് നമ്മുടെ സ്വന്തം പേരിലേക്ക് ബിസിനസ് മാറ്റുന്നത്? കാരണം ഇത് ചെയ്ത ആളുകൾക്ക് എപ്പോഴും പിഴ, ഈ ഫൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അവിടെയും ഇവിടേക്ക് കൊണ്ട് ഓടി പാഞ്ഞുകൊണ്ടിരിക്കണം. മുമ്പ് അന്ന് ആ ഒരു പ്രശ്നം ചെയ്യുന്നത് സൗദിയുടെ പേരിലായ സമയത്ത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അനാവശ്യമായതല്ല,
എന്തുകൊണ്ടാണ് ഈ പിഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പരിഹരിക്കാം? അതെന്താ പറയുക, നമ്മൾ ഈ കമ്പനി ആക്കിയ ആളുകൾക്ക് പലപ്പോഴും ഇപ്പോഴും ഇതിനെപ്പറ്റി ഒരുവിധ ഐഡിയയും കിട്ടിയിട്ടില്ല. ഒരു തെറ്റിദ്ധാരണയാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതൊരു തെറ്റിദ്ധാരണയാണ്. പല ആളുകളും കമ്പനി ഓഡിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സക്ക വാറ്റ് പോലും രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണുള്ളത്. പല ആളുകളുടെയും ലൈസൻസ് എക്സ്പയർ ആയി, ചിലവർ 13 മാസം 14 മാസം, ചിലവർ 2 വർഷമായി. അങ്ങനെ പലവിധ, കാരണം ഇപ്പോഴും ആ പഴയ ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല. മാറുമ്പോൾ മാത്രമേ നമുക്ക് ഇതുകൊണ്ടുള്ള ആനുകൂല്യം കിട്ടുകയും ചെയ്യുള്ളൂ. ഏറ്റവും നല്ലത് ഇതാണ്. ഇത് ചെയ്യാതെ നമ്മൾ ഒരു കാര്യങ്ങളും ചെയ്യാതെ നമ്മൾ പഴയ പോലെ ഈ സൗദിനെ മോസസ അല്ലെങ്കിൽ അത് സൗദിക്ക് എന്തെങ്കിലും കൊടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി വരും കാലങ്ങളിൽ ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, എനിക്ക് ഇതിനെ കുറിച്ച് ഒന്ന് ഷിയാബ് ഒന്ന് ആഡ് ചെയ്യണം. അതായത് എനിക്കറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ നേരത്തെ ഈ പദവി ശരിയാക്കിയ ആളുകളുണ്ട്, അല്ലാത്തവരുമുണ്ട്. അവർക്ക് സർവീസ് മേഖലയിലൊക്കെ ഉള്ള ആളുകൾക്ക് പല സ്ഥാപനങ്ങളിൽ അതിൽ ചിലതൊക്കെ ഒന്നോ രണ്ടൊക്കെ അവരുടെ സ്വന്തം പേരിലുണ്ടാവും. അവരൊക്കെ ഈ ഒരു പ്രശ്നം നേരിടുന്ന, അവർക്ക് പുതുതായിട്ട് ലൈസൻസ് എടുത്തിട്ട് പിന്നെ എങ്ങനെ മറ്റുള്ള സ്ഥാപനം ഇതിലേക്ക് മാറ്റാമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അതോടൊപ്പം തന്നെ പുതിയ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ട് ലൈസൻസ് അവരുടെ കയ്യിലുണ്ട്, ലൈസൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഇനി എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയാതെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. 1-2 വർഷമൊക്കെ 2-3 സ്റ്റാഫ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് അതിൻ്റെ ശമ്പളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു വിഷയം വേറെ കിടക്കുന്നുണ്ട്. ഇവർക്ക് ഈ ലൈസൻസിന്റെ ഫീ അവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി എങ്ങനെ അത് തുടങ്ങണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല. എന്താണ് അതുകൊണ്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഈ പിഴ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. വൺസ് അഗൈൻ ജലീലിന് വളരെ സ്വാഗതം. ഇതിൽ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒത്തിരി ബിസിനസ്സുകാർ സാജി എടുത്ത ആളുകൾ അവർ ഓൾറെഡി ബിസിനസ്സിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 1 വർഷം 2 വർഷം 3 വർഷമൊക്കെ ആയ ആളുകളുണ്ട്. അതിൽ ഇതിനെക്കുറിച്ചൊരു ഗൈഡ് ലൈൻസ് കിട്ടാത്ത ആളുകളാണ് പലപ്പോഴും ഇതിൽ ഈ പറഞ്ഞ ഫൈന് അല്ലെങ്കിൽ പെനാൽറ്റികൾക്ക് വിധേയമാകുന്നത്. പ്രത്യേക കാരണം എന്താ വെച്ചാൽ, പഴയ കാലത്തെ കെഫീലിന് ഒരു 5-10% ഇവരൊക്കെ കൂട്ടും. തസത്തുറിന്റെ ആ സമയത്ത് ഉണ്ടായതായിരിക്കാം. പക്ഷെ ഇതിലേക്ക് വരുന്ന കെഫീൽ ഇയാൾ പിന്നീട് വെക്കുന്ന ഓഫീസും ആ പുതുമകളെ കാണുമ്പോൾ തീർച്ചയായിട്ടും അയാളെ ഉള്ളിലും ചില ബിസിനസിന്റെ സാധ്യതകളുടെ മുള പൊട്ടാൻ തുടങ്ങും. നമ്മൾ ഈ സൗദിക്ക് ഇതിന്റെ കാൽക്കുലേഷൻ മനസ്സിലാവുന്നു. അയാൾ പഴയ മുഅസ്സസ എങ്ങനെയായിരുന്നോ ഒരു കഫീൽ ആമിൽ എന്നുള്ള ലെവലിലേക്ക് തന്നെ ആ സ്ഥാപനത്തെ കൊണ്ടുപോകുന്നു. അയാളുടെ ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ അയാൾക്ക് അറിയുന്ന കാര്യത്തിൽ പരിപൂർണമായി വിശ്വസിച്ചിട്ട് ഈ ഇൻവെസ്റ്റർ എന്ത് ചെയ്യും, ഇതിന്റെ മറ്റു കാര്യങ്ങളും പഠിക്കാൻ പോകില്ല. 4 ഷോപ്പ് ഉണ്ടായിരുന്ന ഒരാൾക്ക് 3 ഷോപ്പ് ആ സാജിയയിൽ ഇല്ല എന്നുള്ളത് അയാൾ അറിയുന്നത് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. 3 ഷോപ്പ് അയാളുടെ പേരിലല്ല, പഴയ മുഅസ്സസയുടെ പേരിൽ ആ സ്പോൺസർ കൊണ്ടെടുക്കുകയാണ്. ഒറ്റ സ്ഥാപനമേ ആ സാജിയുടെ അണ്ടറിലുള്ളൂ. ഇത് ഇപ്പോൾ അയാളുടെ അഗത് തഹസീസ്, അയാളെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫീസ് വന്നപ്പോൾ ചെക്ക് ചെയ്തപ്പോഴാണ് അത് കാര്യപ്പെടുത്താൻ കിട്ടിയത്. ഇത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ വേറൊരു വിഭാഗം അവര് ഇതുപോലെ ഒരു സൗദി വെക്കുന്നു, ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് സൗദിക്ക് കൊടുക്കുന്നു, അവര് ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് അവരുടെ ഷെയറും വെക്കുന്നു. ഒരു സാധാരണ രീതിയിൽ ഇവിടെ ഉണ്ടായൊരു അനുഭവമാണ്, അയാള് ഒരു 17 ലക്ഷം റിയാലിന് ഒരു ലോൺ എടുക്കുന്നു. ആ ലോൺ എന്റെ ബിസിനസ്സിലെ ലാഭത്തിൽ നിന്ന് ബാങ്ക് എടുത്തോളൂ എന്ന് അയാൾ ഉപദേശിക്കുന്നു. ഇതിന് അധ്വാനിക്കുന്നതും ഇയാളുടെ ലോണുകൾ വീട്ടാനൊക്കെ കൂടെ നിൽക്കുന്നതും ആരാണ്? ആ പഴയ പോലെയുള്ള സ്വഭാവത്തിലുള്ള ആ പാവം മലയാളികൾ അല്ലെങ്കിൽ സാജിയൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. ഇതിന്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ, ഇപ്പോഴും ഇതേക്കുറിച്ച് ഒരു ഇൻവെസ്റ്റർ ഇവിടെ ആകുമെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചെങ്കിലും അറിയണം, ഇല്ലെങ്കിൽ ഒരുപാട് മിസ്സിംഗ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസി അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ നടത്തിയൊരു ബിസിനസ് കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. 10ഓളം ബിസിനസ് ഇവിടുത്തെ സാജി ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് അവർ പലരും അന്താളിച്ചു പോകുന്നത്. ഇത്തരം വിവരങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് തങ്ങൾ ഇനിയും അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കൂടെയുള്ള ആള് അയാളുടെ അടുത്താണ് നമ്മുടെ പാസ്വേഡും നമ്മുടെ എല്ലാ കൺട്രോളും ആണ് എന്നുള്ളത് ഇപ്പോഴാണ് അവരൊക്കെ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നല്ലെങ്കിൽ നാളെ 100% ഇവിടെ സാജിയെ പോലത്തെ അല്ലെങ്കിൽ 100% ഇവിടെ സൗദിയുടേതാണ് സൗദിയുടേത്, അല്ലാത്തതാണ് അല്ലാത്തതെന്നുള്ള ആ ഒരു ഇവർ കൃത്യമായിട്ട് അതിനെ പിടിക്കും. അപ്പൊ അതിന്റെ മുന്നേ പണ്ട് ഉംറക്കും ഹജ്ജിനും വിസക്ക് വന്നിട്ട് ഇവിടെ കൊല്ലങ്ങളോളം നിൽക്കാമായിരുന്നു.
ഇന്ന് ആ പരിപാടി നടക്കില്ല 100% ബോധ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ഏരിയകളുണ്ടായിരുന്നു, ലൈസൻസ് പുതുക്കാതെ പോകുന്ന ഏരിയകളുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ നമ്മുടെ മൊബൈൽ നമ്പറും നമ്മളെ കണ്ണും നമ്മുടെ എല്ലാ സെൻസസ് അതിനെ ശരിക്കും ഹൈ സെൻസിറ്റിവിറ്റിയിൽ പിടിക്കപ്പെടുന്ന സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈയിടെ ഓഡിറ്റിങ്ങിനൊക്കെ സക്ക അടക്കാത്തവർക്കൊക്കെ നല്ല ഫൈൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുഅസ്സസകൾക്കും ബാധകമാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഇതാണ്, ഒരു ആഡ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ വളരെയധികം ന്യൂസ് റിപ്പോർട്ടും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് 24. അതിൽ ജലീലിനോട് പ്രത്യേകം കൃതജ്ഞതയുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ ഇവിടെ നാസർക്ക പറഞ്ഞ പോലെ ഡിജിറ്റലൈസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയി ഡിജിറ്റലൈസ് ചെയ്യുക. ഒരു എംപ്ലോയിയിൽ നിന്ന് നമുക്ക് 1200 റിയാൽ നമുക്ക് കിട്ടുമെങ്കിൽ 10-20 ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ സംഖ്യ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഫീസ് അടക്കാനുള്ള 62,000 റിയാൽ ഫീസ് അടക്കാനുള്ളത് അതിന് 50% നമുക്ക് ഇങ്ങനെ തന്നെ സേവ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ഇതിൽ ഒരു ആഡായിട്ട്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അതാണ് നമ്മളൊരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ കേവലം ഒന്നും അറിയാതെ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നതിന് പകരം കൃത്യമായിട്ട് പഠിക്കുക. അതായത് അക്കത്തേസിസ് എന്നുള്ള നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഇത് കൃത്യമായിട്ട് എന്ത് എന്നുള്ളത് അത് അറബിയിലായിരിക്കും ഒരു പക്ഷേ, അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്താണ് നമ്മുടെ പാർട്ട്ണർമാരായിട്ടുള്ള എഗ്രിമെന്റ്, പാർട്ട്ണർമാർക്ക് എത്രയാണ് ഷെയർ, നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. അതോടൊപ്പം തന്നെ കൺട്രോൾ ആരുടെ അതാണോ ബിസിനസ് കൺട്രോൾ അവരുടെ കയ്യിൽ വരണം. മറ്റുള്ളവർ ഇതിൻ്റെ പാർട്ട്ണർമാർ അത് ഏത് രാജ്യക്കാരായാലും അവർ ഇതിൻ്റെ പേരിൽ ലോൺ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ബിസിനസ് ലൈസൻസ് എടുത്ത് ബിസിനസ് തുടങ്ങാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടത് പിഴയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാനുള്ള സാധ്യത അതൊക്കെ ഒഴിവാക്കാൻ കൃത്യമായിട്ട് ഇതേക്കുറിച്ച് പഠിക്കണം എന്നാണ് ഈ സാന്ദർഭികമായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസിക്ക് വീണ്ടും ഒരുപാട് നന്ദി ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.